പുൽത്തൊടിയിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുരൻ പിറന്നതിനോർമദിനം ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുകിന്നിലെ മാലാഖകളെ ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുകിന്നിലെ മാലാഖകളെ പാടും തമ്പുരും കിന്നരവും താളവുമായി പുൽത്തുടിയിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുരൻ പിറന്നതിനോർമദിനം. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്രം ഒരുപാട് പ്രകാശം പരത്തിക്കൊണ്ട് സ്നേഹതീരം നിറഞ്ഞിരിക്കുകയാണ്. വാക്കുകളില്ല ഈ സുന്ദര നിമിഷത്തെ വർണ്ണിക്കുവാൻ. ആദ്യമേ തന്നെ നമ്മുടെ സ്നേഹതീരത്തിന്റെ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് തന്നെയാണ് ഈ സംഗമത്തിന്റെ വലിയ പങ്ക്. അകലങ്ങളിൽ ആയിരിക്കുന്ന മനസ്സുകൾക്ക് നൽകാൻ സാധിക്കുന്ന സാന്ത്വനം, അതാണ് നമ്മളുടെ ഈ സംഗമം. സോ നമ്മുടെ ഈ സംഗമത്തിലേക്ക് ആദ്യമേ തന്നെ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് ഹാർദവമായ സ്വാഗതം. സ്നേഹതീരം തുടങ്ങിയിട്ട് വർഷങ്ങൾ 15 കടന്നു. ഇതിന്റെ തുടക്കം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു, മുന്നിലുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, അതെല്ലാം ഒരു മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അതിന്റെ കാഴ്ചപ്പാടിലൂടെ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൽ അഭിമാനിക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. ആ മനസ്സിന്റെ ഉടമ ശ്രീ വി ജി മൈക്കിൾ നമുക്കിടയിൽ എവിടെയോ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോഴും വേദിയിലേക്ക് വരാൻ താല്പര്യപ്പെടാതെ ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അവർക്ക് അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹവും ഉണ്ട് എന്നെനിക്കറിയാം. ഏതായാലും ശ്രീ വി ജി മൈക്കിളിനെ, സ്നേഹതീരത്തിന്റെ ചെയർമാനായ വി ജി മൈക്കിളിനെ ഹാർദവമായ സ്വാഗതം. പെരുമാൾപ്പടിയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഫാദർ ജോസഫ് നമ്മളുടെ ഇന്നത്തെ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം. യോഗ അധ്യക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ അനിൽ, ട്രസ്റ്റ് മെമ്പറാണ്. യോഗ അധ്യക്ഷനും ഹാർദവമായ സ്വാഗതം. ട്രസ്റ്റ് മെമ്പർ ശ്രീ ഗോവിന്ദപ്പൈ സാറിനും നമ്മുടെ ഈ സംഗമത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ട്രസ്റ്റ് മെമ്പർ ശ്രീ ജോൺ സാറിനും ഈ സംഗമത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ഈ സംഗമത്തിൽ തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഒരു മത്സരാർത്ഥി വിജയിച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ട് രാധാകൃഷ്ണൻ സാറിന് നമ്മുടെ ഈ സംഗമത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒപ്പം നമ്മോടൊപ്പം ആയിരിക്കുന്നു
നമ്മുടെ ഈ വാർഡ് മെമ്പർ ജ്യോതിമാമും എത്തിയിട്ടുണ്ട്. ജ്യോതിമാമിനും ഹാർദവമായ സ്വാഗതം. നമ്മളുടെ ഈ സംഗമം ക്രിസ്മസ് ആഘോഷമായതിന്റെ പേരിൽ ഇതിന്റെ മുഖ്യ അവതരണം എന്ന നിലയിൽ ഒരു സാന്താക്ലോസ്, ഒരു ക്രിസ്മസ് പാപ്പ റെഡിയായിട്ടുണ്ട്. ക്രിസ്മസ് പാപ്പയെ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇവിടെ നമ്മുടെ ഒരു ഇൻവൈറ്റിന്റെ വലിയൊരു റിക്വസ്റ്റ് ആണ്. ഞാനൊരു സോങ് പാടുമ്പോഴായിരിക്കണം ക്രിസ്മസ് പാപ്പ എൻട്രി ചെയ്യേണ്ടത്. Jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bell, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. സ്നേഹദിനം ട്രസ്റ്റ് മെമ്പേഴ്സ്, പ്രിയമുള്ള സാന്താക്ലോസ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഇവിടെ വിജയികളായിട്ട് വന്നിട്ടുള്ള ജനപ്രതിനിധികളെ, ഏവർക്കും ആദ്യമേ തന്നെ ആഗതമാകുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷവും സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഇതിലധികം മാതാപിതാക്കളെ ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കുക, മാതാപിതാക്കളെ സ്നേഹത്തണലിൽ അല്പനേരം ഈ സ്നേഹജീവിതത്തിൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷദായകമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ മാതാപിതാക്കൾ ഒരുമിച്ച് കൂടി ഒരു ദിവ്യ ശിശുവിന്റെ ഓർമ്മ പുതുക്കുവാൻ, ആ സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എമ്മാനുവൽ എന്ന പേരിന് ഒരു അർത്ഥമുണ്ട്. അത് ദൈവം നമ്മോട് കൂടെ എന്നതാണ്. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥം പേറുന്ന ഇമ്മാനുവൽ നമുക്കിടയിൽ പൂജാതനായതിന്റെ, കൂടാരം അടിച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരാവിൽ രാപാർത്തിരുന്നു രജപാലകൻ. ദേവഗാനം കേട്ടു ആമോദരായി വർണ്ണരാജികൾ ഇടരും വാതിൽ. വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. രാജകുമാരിയോടൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. മേഘസുമുന്നിൽ കണ്ടു അവർ വേദയിൽ തന്നെ വന്നു. മേഘസുമുന്നിൽ കണ്ടു അവർ വേദയിൽ തന്നെ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിൽ തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാതിൽ. വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മൈക്കിളേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്റ്റേജിലേക്ക് വരാൻ മടിയാണ്. മൈക്കിളേട്ടൻ ഇത് തുടങ്ങി, പ്രസ്ഥാനം തുടങ്ങി വെച്ചു വളരെ ദീർഘ കാഴ്ചപ്പാടോടുകൂടി, വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടക്കം കൊടുത്തത്. മൈക്കിളേട്ടൻ ഒരു ബിസിനസ് മറ്റു ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു സേവനമായി മാത്രം കണ്ടുകൊണ്ട് ചാരിറ്റി
ഇപ്രകാരമുള്ള ഈ വൃദ്ധസദനം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ മാതൃകാപരമായി നടത്തുന്ന ഇത്രയും നല്ല സർക്കാരിൻ്റെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി നടത്തുന്ന ഇതുപോലെ അടുക്കും ചിട്ടയോടുകൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനം ഈ അടുത്തൊന്നും ഉണ്ടാകാൻ കഴിയും. മറ്റു സ്ഥലങ്ങളിൽ ഇതേപോലെ മറ്റു പ്രസ്ഥാനങ്ങളിൽ നമ്മളത് അറിയുന്ന കാര്യങ്ങൾ വെച്ച് തുലനം ചെയ്യുമ്പോഴാണ് ഇതിന്റെ മൂല്യം ഇതെത്രത്തോളം അർത്ഥവത്തായി ഏറ്റവും ഉപകാരപ്രദമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടത്തുന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അമ്മമാർ, അച്ഛമ്മ എല്ലാം സന്തോഷകരമായി ഒരു സ്വന്തം ഭവനത്തിൽ കഴിയുന്നത് പോലെ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ കഴിയുന്നു എന്നുള്ളത് വർഷങ്ങളായി എല്ലാ ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും ഇതുപോലെ ഒരു കൂട്ടായ്മ വളരെ ആനന്ദകരമായിട്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ നടത്തുന്നുണ്ട് വർഷങ്ങളായിട്ടാണ്. നമസ്കാരം. എന്റെ ഞങ്ങൾ 5 മിനിറ്റായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് പൊതുവേദിയിൽ ഇരിക്കാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സന്യാസ സമൂഹത്തിന്റെ ഭാഗമാണ്. സന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മൗനം പാലിക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് കൃത്യമായിട്ട് പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ എന്തോരം നാള് മൗനം പാലിക്കണമെന്നുള്ളത് അവരെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു 3 കൊല്ലം മൗനം പാലിക്കാൻ തീരുമാനിച്ചു. 3 കൊല്ലം ഞാൻ മൗനം പാലിച്ചു. പൊതുവേദികളിലൊന്നും വരാണ്ട് ഞാൻ മൗനം പാലിച്ചു. മൗനം പാലിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് പല ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ പാസ്സായി ഞാൻ യഥാർത്ഥ സന്യാസിയെ സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷം എന്നോട് ഇനി പൊതുവേദിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ മൗനം പാലിച്ച സമയത്ത് ഉണ്ടായ ഒരു ആനന്ദം എനിക്ക് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത താല്പര്യം ഇല്ലാണ്ടായി. അതിന്റെ പേരിൽ ഞാൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുത്ത് എനിക്ക് മൗനം തന്നെ മതി എന്ന് പറഞ്ഞൊരാളാണ്. കാരണം മൗനത്തിൽ നിന്നുള്ള ഒരു ആനന്ദം വലുതാണ്. എങ്ങനെ അനുഭവിക്കുന്നത്? നിങ്ങളെല്ലാവരും മൗനത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനമ്മമാര്, സഹോദരി സഹോദരന്മാര്, നമ്മുടെ എല്ലാ സഹപ്രവർത്തകർ, ഇവിടുത്തെ ജോലിക്കാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ ഈ നമ്മുടെ അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ കാലത്തെ വിനേരികളുണ്ട്. അതിലേറ്റവും ആദ്യം പ്രാർത്ഥനയാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞായിട്ട് നമ്മൾ അടുത്തായിട്ട് അത് കൂട്ടപ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഇത് നല്ലത്. അപ്പോൾ കൂട്ടപ്രാർത്ഥനകൾ എല്ലാ ദിവസവും നടക്കാറുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇത് വ്യായാമം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. ആരോഗ്യ ഈ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം എന്താണെന്ന് പറഞ്ഞാൽ ചിലരും അതിന് ഹൃദയത്തോടും കയ്യോടും എന്നാലും ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മുടെ മസിൽസാണ്. കാലിൻ്റെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ കാലിൻ്റെ മസിൽസിലിരിക്കും പ്രവർത്തിക്കണം. കയ്യിൻ്റെ അവിടെ എല്ലാം നടുവിൻ്റെ മസിൽസിലൊക്കെ ചെയ്യണം. സന്തോഷിക്കാൻ കിട്ടുന്ന നമ്മൾ സന്തോഷിച്ച് വളരെ സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സുദിനം
ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണ് നമുക്ക്. ഇവിടെ അച്ഛൻ അതിൻ്റെ പ്രസക്തിയെല്ലാം വളരെ വിശദമായി പറഞ്ഞു. ഈ സ്ഥാപനം ഇവിടെ രൂപപ്പെടുന്ന ആ കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട പല സന്ദർഭങ്ങളിൽ ഇവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ചില അധികാര കേന്ദ്രങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള കാര്യങ്ങളിൽ ഇടപെടുവാനും സന്ദർഭം ലഭിച്ച ഒരു വ്യക്തിയാണ്. ആ ബന്ധം വളർന്ന് പല ഇതിൻ്റെ സ്ഥാനത്തിരുന്ന പലരും മാറി വന്നു വന്നു കുറെ കൂടി ശക്തമായി ഞങ്ങളുടെ ബന്ധം വളരുകയും ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വായനശാലയുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഒരു 50ഓളം പുസ്തകം എല്ലാ മാസവും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. പുതുവത്സരത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്തുമസിൻ്റെയും ഊഷ്മളമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മുഖ്യാതിഥി, നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ജോസഫ് സ്ഥാപക ഉടമകളും നമ്മുടെ മൈത്രി സർ, പിന്നെ പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരങ്ങളും ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ സംസാരിക്കാൻ നിൽക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഒരു പരിപാടി ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാവരും ക്ഷണിച്ചതാണ്. ആ സമയത്ത് ഇവിടെ നാട്ടുകാരോട് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്ത വേദിയുടെ എന്നെ വിളിച്ചതിൽ സന്തോഷം. എല്ലാവിധ ആശംസകളും നൽകുന്നു. നിങ്ങളുടെ ഒപ്പം എന്ത് പ്രശ്നത്തിനും എന്നെ കൊടുക്കണം, എന്നെ വിളിക്കണം, എല്ലാത്തിനും ഞാനുണ്ടാവും. ഇത് സന്തോഷം. എന്നെ വിളിച്ചതിന് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികൾക്ക് ആദ്യം നമസ്കാരം. പിന്നെ പ്രിയപ്പെട്ട എല്ലാ അമ്മമാർക്കും സ്നേഹതീരത്തിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ക്രിസ്തുമസ് ആഘോഷം നമുക്ക് നല്ല ഒരു സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെയും സ്നേഹവും കൊണ്ടുവരട്ടെ. ആ പരസ്പര ഐക്യം, സാഹോദര്യം എന്ന് നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തെ ഊന്നി നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ ഈശ്വരൻ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസ. നന്ദി, നമസ്കാരം. അച്ഛനമ്മമാര്, കൂടാതെ ഇന്ന് പ്രത്യേകം വന്ന അതിഥികൾ, നമ്മളുടെ വിശിഷ്ടാതിഥികൾ, ഈ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കുളിരാ
Jesus Christ was born on Christmas Day. While shepherds watch their flock by night, they see a bright new shining star. They hear a choir sing a song, the music seemed to come from afar. Hark now, hear the angels sing, a king was born today, and man will live forevermore because of Christmas Day. For a moment the world was aglow, all the bells rang out, there were tears of joy and laughter. People shouted, let everyone know there is hope for all to find peace. Now